ഈ പ്രസാധകർ ഇതിനെ തള്ളിക്കളയുന്നില്ല. അവർ പറയുന്നത് ഇതാണ്: കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൻ്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ്. ഇപ്പോൾ പുറത്തു വന്നത് തങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. അവിടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം അങ്ങനെ നിലനിൽക്കുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഫെലിക്സ്, ഇപ്പോൾ ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. ഈ കാര്യങ്ങളെ മുഴുവനും അദ്ദേഹം അടവടലം തള്ളി പറയുകയാണ്. ഇതിനു മുൻപും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമ സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ പ്രസാധകരെ അങ്ങനെ തന്നെ കുറ്റം പറഞ്ഞ് നിയമ നടപടി അടക്കം സ്വീകരിക്കും എന്ന് പറഞ്ഞ് പാർട്ടിക്കെതിരെ ഉയരുന്ന, അദ്ദേഹത്തിനെതിരെ ഉയരുന്ന മുഴുവൻ വിമർശനങ്ങളെയും അദ്ദേഹം പ്രതിരോധിക്കുകയാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇ.പി. ജയരാജൻ അദ്ദേഹത്തിന്റെ നിലപാട് പരസ്യമായി പറയുന്നത് യാതൊരു തരത്തിലും ഇങ്ങനെയൊരു പുസ്തകം, ഈ രീതിയിലുള്ള കണ്ടന്റ് ഉള്ള ഒരു പുസ്തകം താൻ എഴുതിയിട്ടില്ല, മാത്രമല്ല അത് തൻ്റെ കയ്യിലാണ്, താൻ ആർക്കും കൈമാറിയിട്ടില്ല. അതായത് ഇക്കാര്യത്തിൽ പുറത്തു വരേണ്ടത് ഇതെങ്ങനെ പുറത്തു വന്നു, അല്ലെങ്കിൽ ഇത് ഇ.പി. തന്നെ എഴുതിയതാണോ എന്ന കാര്യത്തിൽ ഇ.പി. വ്യക്തമാക്കുന്നത് താൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല എന്നതാണ്. അത് സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. സമാനമായ ഒരു പ്രതികരണം പ്രകാശ് ജാവദേക്കറെ താൻ പോയി കണ്ടുവന്ന് ഇ.പി. തന്നെ പരസ്യമായി തുറന്നു പറയുന്നത്. അത് അന്നത്തെ ദിവസം CPM-നെ പ്രതിരോധത്തിലാക്കിയത് എത്ര വലിയ രീതിയിലാണെന്ന് നമുക്കറിയാം. സമാനമായ രീതിയിലാണ് ചേലക്കരയിലും വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ന് സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ആരെ വിശ്വസിക്കണം, ആരെ അവിശ്വസിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ സാധനം ആരെ വിശ്വസിക്കും, ആരെ അവിശ്വസിക്കും. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇ.പി.യുടേതാണ് ഈ പുസ്തകം എന്ന് കരുതുക, അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. കോൺഗ്രസ് ആരോപിക്കുന്ന ഇ.പി. തന്നെ അറിഞ്ഞുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഈ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടതാണ്. ഇനി മറുഭാഗം ഇ.പി.യുടെ ഭാഗത്തുള്ള വിശദീകരണം വെച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ DC മാത്രമല്ല മാതൃഭൂമി സമീപിച്ചിട്ടുണ്ട്. ആർക്കാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഏത് പ്രസാധകരെ ഏൽപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പുസ്തകം തയ്യാറാകുന്നു എന്ന കാര്യം ഇ.പി.യും സ്ഥിരീകരിക്കുന്നുണ്ട്. പുസ്തകം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും എഴുതുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ പുസ്തകം, അതിൻ്റെ ഉള്ളടക്കം, അത് ഇ.പി.യെ പെടുത്താൻ വേണ്ടി ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഇനി മറ്റാരെങ്കിലും പുറത്തേക്ക് വിട്ടതാണോ എന്നൊരു സംശയം കൂടിയില്ലേ? ഇ.പി. അറിയാതെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യത കൂടിയില്ലേ? തീർച്ചയായിട്ടും അത്തരം സാധ്യത കൂടിയുണ്ട്. കാരണം ഇതെങ്ങനെ ഇ.പി. പോലും അറിയാതെ, അതിനകത്ത് പ്രധാനപ്പെട്ടൊരു നമ്മൾ യുക്തിയെ വിചാരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാത്ത കാര്യം, ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കുമ്പോൾ അത് ഇപ്പോൾ ഇന്നാണ് ഈ പുസ്തകം ഇറങ്ങുന്നത് എങ്കിൽ ഇന്നലെയെങ്കിലും ഇത് ഇന്ന് പുറത്തിറങ്ങുമെന്നും അത് ആര് പ്രകാശനം ചെയ്യുമെന്നും അങ്ങനെ പ്രകാശന ചടങ്ങൊക്കെ വേണമല്ലോ. അതാണ് ഇ.പി. ചോദിക്കുന്നത്. കാരണം P. ജയരാജൻ കഴിഞ്ഞ ദിവസമാണ് പുസ്തകം പുറത്തിറക്കിയത്, അപ്പോൾ മുഖ്യമന്ത്രിയാണ് പുസ്തകം പുറത്തിറക്കിയത്. സമാനമായ രീതിയിലൊരു ചടങ്ങൊക്കെ നടത്തിയല്ലേ താനും ഇങ്ങനൊരു പുസ്തകം പുറത്തിറക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ആരും അറിയാതെ ഇതിപ്പോൾ ഇന്നലെ ഈ പറയുന്ന DC ബുക്സിൽ വന്ന പരസ്യത്തിൽ പറയുന്നത് ഉടൻ പുറത്തിറങ്ങുമെന്നാണ്, പക്ഷേ എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്ന് പിന്നീട് വാർത്തകൾ വരുന്നു. അപ്പോൾ ഇ.പി. ജയരാജൻ ചോദിക്കുന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ്. ഇത് താൻ അറിയാതെ ഇന്നെങ്ങനെ പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഇതൊരു ചടങ്ങായിട്ടല്ലേ താൻ പുറത്തിറക്കുള്ളൂ, ഒരു ചടങ്ങൊക്കെ ഞാൻ തീരുമാനിക്കില്ല എന്നതാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇ.പി. ജയരാജൻ ഇത് എത്രയും വേഗം പുറത്തിറക്കാൻ ആലോചിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. അതായത് ഇ.പി. തന്നെ രാവിലെ ബന്ധപ്പെട്ടപ്പോൾ ഈ കണ്ടന്റിൽ തന്നെ പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിന് ശേഷമാകുമ്പോൾ തുറന്നു പറയാമല്ലോ എന്ന്. തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തിറക്കാം എന്ന് വിചാരിച്ച ഒരു പുസ്തകം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ അന്ന് അതിന്റെ കണ്ടന്റ് പുറത്തു വരിക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്. അവിടെയാണ് ഇ.പി. പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതെങ്ങനെ വ്യക്തത വരും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ പറയുന്നു അത് താൻ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, താനത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഇപ്പം പറയുമ്പോൾ, പക്ഷേ ഇതൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നു. അതിലെ കണ്ടന്റ് അത് അതിലുള്ളതല്ല എന്ന് DC-യും പറയുന്നില്ല. അപ്പോൾ ഒന്നുകിൽ DC പറയണം ഈ പുസ്തകത്തിൽ വരുന്ന കാര്യങ്ങൾ അത് തങ്ങളുടേതല്ല, താങ്കൾ അങ്ങനെ ഒരു സാധനം പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നൊന്നെങ്കിൽ DC പറയണം. പക്ഷേ ഇ.പി. ജയരാജൻ പറയുന്നു അതൊക്കെ തെറ്റാണ്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണ്, തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ പുറത്തു വരുന്നു എന്നതാണ് അതിൽ ആർക്കൊക്കെ പങ്കെടുക്കേണ്ടി വരുന്നത് പ്രസാധകർക്കാണ് എന്നത് പ്രധാനമാണ്. ഇ.പി. ജയരാജൻ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, നിയമ നടപടി സ്വീകരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ. ഇന്ന് പബ്ലിഷ് ചെയ്യും എന്നൊരു ഘട്ടത്തിൽ പറയുന്ന ഒരു പുസ്തകം ഇനി നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം എന്നൊക്കെ പറയുന്നത് വിശ്വാസയോഗ്യമായ ഒരു വിശദീകരണമല്ല. ആദ്യ ചുവട് പിന്നോക്കം വെക്കേണ്ടി വരുന്നത് പ്രസാധകർക്കാണ്. ഫെലിക്സ് കേൾക്കാമോ?
സാങ്കേതിക പ്രശ്നമുണ്ട്. ഫെലിക്സിലേക്ക് തിരികെ വരാം. മാർഷൽ വി സെബാസ്റ്റ്യൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. മാർഷൽ, ഇതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒരു തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നു. പാലക്കാട്ട് ഇതിന് ശേഷം അതിന്റെ ആവേശം കൊടികെട്ടി ഉയരും. ആ സമയത്താണ് ഇത്രയും വലിയ ഒരു വിവാദം കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ, പ്രതികരണങ്ങൾ എന്തൊക്കെയായിരിക്കും? മാധു, സ്വാഭാവികമായിട്ടും മാധു പറഞ്ഞതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇ.പി. ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഭാഗം കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആത്മകഥ എന്ന രീതിയിൽ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. തൻ്റെ ആത്മകഥയിൽ അങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇത് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞതാണോ, ആദ്യമേ പ്രസാധകർക്ക് നൽകുമ്പോൾ ആ പ്രസാധകരുടെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമാക്കേണ്ടത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ച പ്രസാധകർ തന്നെയാണ്. അവരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്നലെ അവർ പുസ്തകം വരുന്നു എന്ന് പറയുകയും ഇന്ന് ചില കാര്യങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുന്നു പറയുമ്പോൾ പൊതുസമൂഹത്തിന് അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് സത്യം എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രമുഖനായ നേതാവിൻ്റെ ആത്മകഥ തങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു പറയുകയും ആ ആത്മകഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന രീതിയിലേക്ക് CPM-നെയും LDF-നെയും എല്ലാം പ്രതിസന്ധിയിലാക്കുന്ന അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവനകൾ പുറത്തു വരികയും അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രസാധകർ ആ പുസ്തക പ്രകാശനം നീട്ടിവെക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നീട്ടിവെച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനയ്ക്ക് എതിരാണ് കാര്യങ്ങളെങ്കിൽ ഇ.പി. ജയരാജൻ എന്ന് പറയുന്നത് പോലെയല്ല, ഞങ്ങളുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. ഒരു കട്ടൻ ചായയും പരിപ്പോടെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതവും എന്ന് പറയുന്ന ആ മുഖം അല്ലെങ്കിൽ ആ മുഖചിത്രം തന്നെ ഓർത്തു നോക്കാം. ഒരുപക്ഷെ ഇ.പി. ജയരാജൻ ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയിട്ടുള്ള ഒരു കാര്യമാണത്. എന്നും കമ്മ്യൂണിസ്റ്റുകാരൻ കട്ടൻ ചായയും പരിപ്പോടെയും കഴിഞ്ഞ് കരിച്ചുകൊണ്ട് ആടുന്ന ബെഞ്ചിലിരുന്നാൽ മതിയോ, അവനും മനുഷ്യനായി ജീവിക്കേണ്ടതില്ല എന്നുള്ള ചോദ്യം പണ്ട് അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യം തന്നെ ഒരു തലക്കെട്ടായിട്ട് പുസ്തകത്തിന് ആമുഖമായിട്ട് വരുന്ന ഒരു പുസ്തകം. ആ പുസ്തകം ഞാൻ ഇറക്കിയിട്ടില്ല, എനിക്കറിയില്ല എന്ന് ഇ.പി. ജയരാജൻ പറയുമ്പോൾ അങ്ങനെയല്ല, അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കുവാനുള്ള പൊതുസമൂഹത്തോട് അത് പറയാനുള്ള ആർജവമാണ് ഇപ്പോൾ പ്രസാധകർ കാണിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇത് ചർച്ച ചെയ്യുമ്പോഴല്ല തന്നെ ചോദിക്കുന്നു, എന്റെ പുസ്തകത്തിന് ഞാൻ അങ്ങനെ തലക്കെട്ടിടുമോ എന്നുള്ളത്. സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഈ പറയുന്ന പുറംചട്ട ഇന്നുവരെ താൻ കണ്ടിട്ടില്ല എന്ന് ഇ.പി. ജയരാജൻ പറയുന്ന പുറംചട്ട ഇതേ പേരോടുകൂടി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിനൊക്കെ വലിയ തോതിൽ ഉത്തരം പറയേണ്ടി വരും. രണ്ട് കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ഇ.പി. ജയരാജന്റെ ഭാഗത്ത് നമുക്ക് വീഴ്ച പറയാം. കാരണം ഒന്ന്, അദ്ദേഹം ഏത് പ്രസാധകർക്കാണ് ഈ പുസ്തകം തയ്യാറായി കൊടുത്തിട്ടുള്ളത്? ആ പുസ്തകത്തിന്റെ, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പുസ്തകത്തിന്റെ പേര് അങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പുസ്തകത്തിന്റെ പേര്? അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന്. സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ആത്മകഥ, അതിൽ വിമർശനങ്ങൾ ഉണ്ടാകാം, സ്വയം വിമർശനങ്ങൾ ഉണ്ടാകാം, മറ്റു നേതാക്കൾക്കെതിരെയും പാർട്ടികൾക്കെതിരെയും പാർട്ടികളിലെ നേതാക്കൾക്കെതിരെയും എല്ലാമുള്ള വിമർശനം ഉണ്ടാകാം. അതെല്ലാം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇന്നേ ദിവസം ഇത് പ്രസിദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ ഇന്നേ ദിവസം ഈ വിവാദങ്ങളെല്ലാം മുന്നോട്ടെടുത്ത് വെക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതിന് വിശദീകരണം അദ്ദേഹം നൽകേണ്ടതുണ്ട്. അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ അതില്ല. രണ്ടാമത്തെ വിഷയം, ഈ പ്രസാധകര് പുസ്തകം പ്രകാശനം ചെയ്യുന്നു പറയുന്നത് തലേ ദിവസം തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലേക്കും അത് നൽകുമ്പോൾ അത് കണ്ടിട്ട് ഇതിനകത്ത് ഇടപെടാനുള്ള ഒരു കാര്യം ഇ.പി. ജയരാജൻ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഇ.പി. ജയരാജന് പൂർണ്ണമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് വിശദീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ പ്രസാധകര് അവർ കൃത്യമായിട്ട് പറയേണ്ടതാണ്, അവരാണ് പറയേണ്ടത് എന്താണ് സംഭവിച്ചത് എന്ന്. അല്ലാത്ത പക്ഷം ഒരു ആശയക്കുഴപ്പത്തിലേക്ക് വായനക്കാരെയും പ്രേക്ഷകരെയും എല്ലാം ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്ന് പുസ്തകത്തിന്റെ അല്ലെങ്കിൽ പ്രസാധകരുടെ മാർക്കറ്റ് ഉയർത്തുക എന്ന രാഷ്ട്രീയ തന്ത്രം മാത്രമാണോ? അത്തരം ഒരു കേവലമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടതില്ല. കാരണം എങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, പ്രസാധകർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അവരാണ് പറയേണ്ടത് വളരെ കൃത്യമായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്. ബാക്കിയെല്ലാം തന്നെ കാടും പടലും തപ്പിയിട്ടുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും മാത്രമാണ്. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ളിടത്താണ് ഇ.പി. ആരോപണ മുന വെക്കുന്നത്. അതിന് മറുപടി പറയേണ്ടത് പ്രസാധകർ തന്നെയാണ്. കേരള രാഷ്ട്രീയം ഇത്രയധികം ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത്രയധികം സമയമെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് ഇത്രയും വലിയൊരു ആശങ്കയുണ്ടായിരിക്കുന്നത്. മാത്രമല്ല പുസ്തകത്തിന്റെ ഉള്ളടക്കമായി വന്നിരിക്കുന്നത് ബോംബിംഗ് സ്വഭാവമുള്ളത് തന്നെയാണ്. അതൊരു ബോംബ് തന്നെയാണ്. LDFനെ സംബന്ധിച്ച് LDF പാളയത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഒരാൾ പുസ്തക രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം സർക്കാരിനാണോ ഇനിയും വോട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യം ഉയർത്താനുള്ള സാഹചര്യം പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണോ? ഇതൊക്കെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമുള്ള ചർച്ചാ വിഷയങ്ങൾ തന്നെയാണ്. അതും ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വരുന്നത്. അത് സംബന്ധിച്ചാണ് ഇത്രയും വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നത്.